ഹായ് മക്കളെ, +2 അക്കൗണ്ടൻസിയിൽ 100% എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഈ 3 ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് 100% ചോദിക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ എങ്ങനെയാണ് ഈ റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക എന്ന് ഏറ്റവും സിമ്പിളായ രീതിയിൽ നോക്കിയാലോ? നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ടും 2 ചാപ്റ്റേഴ്സിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, റീവാലുവേഷനും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പഠിക്കാനുള്ളത്. ഒന്ന് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്, മറ്റൊന്ന് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്റർ അല്ല, പകരം അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എസ്എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എൻ്റെ പേര് ബഹാവുദ്ദീൻ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യനിലേക്ക് അങ്ങോട്ട് കടന്നു പോകാം. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സച്ചിൻ, അമൽ ഡേവിസ് ആർ പാർട്ട്നേഴ്സ് 3:2, വിച്ച് മീൻസ് അവർ ഓൾഡ് റേഷ്യോ ആണ് എത്ര, 3:2 എന്ന് പറഞ്ഞാൽ അവർ ഓൾഡ് റേഷ്യോ ആണ്. ദർ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2024 ആസ് ഫോളോസ്. ഓക്കെ അല്ലേ, അവർ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ക്യാപിറ്റൽ, സച്ചിൻ്റെ ക്യാപിറ്റൽ, അമൽ ഡേവിസിൻ്റെ ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോൺ, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ്. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് ലയബിലിറ്റി സൈഡ് കൊടുത്തിട്ടുള്ളത്. ഇനി അസറ്റ് സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഗുഡ് വില്ല്, മിഷനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫേർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ്. ടോട്ടൽ 83,000 ആണ് ബാലൻസ് ഷീറ്റിന് വരുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ബാലൻസ് ഷീറ്റ്. എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. They agree to admit renew into the partnership on the following terms. അതായത് നമ്മൾ അമൽ ഡേവിസിനും സച്ചിൻ്റെയും ഫേമിലേക്ക് ആരെ എൻ്റർ ചെയ്യാണ്, നമ്മുടെ സ്വന്തം റീനുവിനെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന്. ഓക്കെ അല്ലേ, എങ്കിൽ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ, റീനു ഇൻട്രൊഡ്യൂസ്ഡ് ₹20,000 as capital and ₹6,000 as goodwill for 1/5 share of profit which she get equally from Sachin and Amal Davis. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് റീനു നമ്മുടെ ബിസിനസ്സിലേക്ക് 20,000 രൂപ എന്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ അതേസമയം 6,000 rupees ഗുഡ്വില്ലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ 20,000 rupees ക്യാപിറ്റലായും 6,000 rupees ഗുഡ്വില്ലായും കൊണ്ടുവന്നാൽ റീനുവിന് എന്താ കിട്ടുന്നത്, 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. ക്ലിയർ അല്ലേ? എന്നാൽ ഈ 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഈക്വലി ആണ്. അതായത് സച്ചിനും അമൽ ഡേവിസും ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് സാക്രിഫൈസിങ് റേഷ്യോ എത്രയായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന ഷെയർ എങ്ങനെയാണോ വിരിച്ചു കൊടുക്കുന്നത് അതിനെയായിരിക്കും നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വിളിക്കുക. അതായത് ഇവിടെ റീനുവിന് 1/6 കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ 1/6 എങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു, ഈക്വലി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? 1/6 ആണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഈ 1/6 എങ്ങനെ കൊടുക്കും, ഈക്വലി കൊടുക്കും. ആര്, സച്ചിനും അമൽ ഡേവിസും. എടാ മനസ്സിലായോ? എക്സാമ്പിൾ വിചാരിക്കാം സച്ചിന് അമൽ ഡേവിസ് റീനു അഡ്മിറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? റീനുവിന് 100 rupees പ്രോഫിറ്റ്. ഇമാജിൻ റീനുവിന് 100 rupees പ്രോഫിറ്റ് കൊടുക്കാം, 100 രൂപ പ്രോഫിറ്റ് കൊടുക്കാം തീരുമാനിച്ചു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 100 രൂപയിൽ 50 രൂപ ആര് കൊടുക്കും, സച്ചിന്. 50 രൂപ ആര് കൊടുക്കും, അമൽ ഡേവിസ്. പറഞ്ഞ കാര്യം ക്ലിയർ ആണ്? പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? ഇതിനെയാണ് എന്ത്, ഈക്വൽ റേഷ്യോ എന്ന് ഉദ്ദേശിച്ചത്. പറഞ്ഞ കാര്യം ക്ലിയർ? റീനുവിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റിൻ്റെ ഈക്വൽ, ഒരു ഭാഗം ഞാനും ഒരു ഭാഗം ആരും, അമൽ ഡേവിസും. സച്ചിനും അമൽ ഡേവിസ് ആയിരിക്കും കൊടുക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ അവിടെയാണെന്ത്, ഈക്വലി എന്ന് പറയുന്നത്. ക്ലിയർ? സോ അങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി, സച്ചിനും അമൽ ഡേവിസിനും എത്രയായിരിക്കും ഇവിടെ സാക്രിഫൈസിങ്, എത്രയായിരിക്കും നഷ്ടമുണ്ടായത്? സിമ്പിളി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈക്വൽ പ്രൊപ്പോർഷൻ അല്ലേ? അതായത് എനിക്ക് എത്രയാണോ, സച്ചിൻ എത്രയാണോ നഷ്ടമുള്ളത് അത്ര തന്നെ നഷ്ടം ആർക്കുണ്ട്, അമൽ ഡേവിസിനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്, സാക്രിഫൈസിങ് റേഷ്യോ ഈക്വലി ആണ് എന്ന് പറഞ്ഞത്. 1:1 ആണ് സാക്രിഫൈസിങ് റേഷ്യോ. ഇതെല്ലാവർക്കും മനസ്സിലായോ? ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? സോ ഈ ക്വസ്റ്റ്യന് സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്, ഈക്വലി ആണ്. എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ഈക്വലി ആണ് എന്ത് ചെയ്യുന്നത്, ഷെയർ വിധിച്ച് കൊടുക്കുന്നത് എന്നുള്ളത്. ഇത് ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. നെക്സ്റ്റ്, വാല്യൂ ഓഫ് മിഷനറി. ഓക്കെ, വാല്യൂ ഓഫ് മിഷനറി അപ്രീസിയേറ്റഡ് ബൈ 10%. അതായത് ഈ സച്ചിനും അമൽ ഡേവിസും റീനു എൻ്റർ ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫേമിലെ എല്ലാ അസറ്റിനെയും ലാബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യും, റീവാല്യൂ ചെയ്യും. ഒന്നുകൂടി നമ്മൾ വാല്യൂ ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെ വാല്യൂ ചെയ്ത സിറ്റുവേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി, വാല്യൂ ഓഫ് മിഷനറി അപ്രീസിയേറ്റഡ് ബൈ 10%. എന്താ അപ്രീസിയേഷൻ? ബിൽഡിങ്ങിൽ നോക്കിയിട്ട് ആരെ വാ
സൂപ്പർ കിട്ടില്ല. അതാണ് അപ്രീസിയേഷൻ. ആ അപ്രീസിയേഷൻ അല്ല ഇവിടെ അപ്രീസിയേഷൻ ഉദ്ദേശിച്ചത് വാല്യൂ കൂടിയിട്ടുണ്ട് എന്നാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ വാല്യൂ കൂടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, മിഷനറിയുടെ വാല്യൂ 10% അപ്രീസിയേറ്റ് ചെയ്തു, 10% കൂടി എന്നാണ് അർത്ഥം. ഓക്കെ. രണ്ടാമത്തത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 8500. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ പുതിയ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 8500 രൂപയാണ്. നെക്സ്റ്റ് വാല്യൂ ഓഫ് ഫർണിച്ചർ ഡിപ്രീസിയേറ്റഡ് ബൈ 10%. എന്താ ഡിപ്രീസിയേഷൻ? വാല്യൂ കുറഞ്ഞു പോകും. ക്ലിയർ അല്ലേ? സോ 500 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. ക്ലിയർ. നെക്സ്റ്റ് ദ വാല്യൂ ഓഫ് പ്രൊവിഷൻ ഈസ് ചാർജ്ഡ് 10% ഓൺ ഡെപ്റ്റേഴ്സ്. ഓക്കെ. പ്രൊവിഷൻ ഡെപ്റ്റേഴ്സിന് മുകളിൽ എന്ത് ചാർജ് ചെയ്തിട്ടുണ്ട്? ഒരു പ്രൊവിഷനെ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ദർ ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ₹500 നൗ യൂസ് ടു ബി റെക്കോർഡ്. ഇതുവരെ റെക്കോർഡ് ചെയ്യാത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി റെക്കോർഡ് ചെയ്യണം. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനലി ദ ഹാഫ് ഓഫ് ദി പ്രീമിയം വിഡ്രോ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. അതായത് ഇവിടെ എത്രയാണോ പ്രീമിയം ഉള്ളത് ആ പ്രീമിയം ആര് വിഡ്രോ ചെയ്തിട്ടുണ്ട്? ഓൾഡ് പാർട്ട്നേഴ്സ് പകുതി വിഡ്രോ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എന്താണെന്നുള്ളത് മുൻപ് വഴിയെ പോകുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ. ക്വസ്റ്റ്യൻ പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ആഫ്റ്റർ ദി അഡ്മിഷൻ ഓഫ് റീനു. ഓക്കെ. റീനുവിൻ്റെ അഡ്മിഷന് ശേഷമുള്ള റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ല? അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ക്വസ്റ്റ്യൻ റീവാലുവേഷൻ ബാലൻസ് ഷീറ്റ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. ശ്രദ്ധിച്ച് കേട്ടോ. റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, വിച്ച് മീൻസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യൽ കമ്പൽസറി ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യും. കാരണം എന്താ? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വേണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. പറഞ്ഞ കാര്യം ക്ലിയർ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു തുടങ്ങാം. എന്താ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സിംപിളി ഇമാജിൻ ചെയ്ത് നോക്കിക്കോ. അതായത് ഒരു പാർട്ട്ണർ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോഴോ റിട്ടയർ ചെയ്യുമ്പോഴോ ഡെത്ത് ആകുമ്പോഴോ ഇനി അതല്ല ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാകുമ്പോഴോ ഇത്തരം സിറ്റുവേഷൻസിൽ അമാൽഗമേഷൻ സംഭവിക്കുമ്പോഴോ ഇത്തരം സിറ്റുവേഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫേമിലെ എല്ലാ അസറ്റിനെയും എല്ലാ ലയബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി വാല്യൂ ചെയ്യും. വിച്ച് മീൻസ് റീവാല്യൂ ചെയ്യും. ക്ലിയർ അല്ലേ? ഇങ്ങനെ റീവാല്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അസറ്റിൻ്റെ വാല്യൂ കൂടാനും കുറയാനും അതേപോലെ ലയബിലിറ്റിയുടെ വാല്യൂ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇങ്ങനെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഫേമിന് നഷ്ടമുണ്ടാവും അല്ലെങ്കിൽ ലാഭമുണ്ടാവും. സിമ്പിൾ എക്സാമ്പിൾ വിചാരിക്കാം. ഇതെൻ്റെ ഫോണാണ്. അല്ല വേണ്ട, ഫോണൊക്കെ പഴയത്. ഇതിൻ്റെ കാറാണ്. കിട്ടി. ഇതിൻ്റെ കാറാന്ന് വിചാരിച്ചോ. പൈസ ഒന്നും കൊടുക്കണ്ട. വിചാരിച്ചോ. ഓക്കെ. ഇതിൻ്റെ കാറാണ്. ഓക്കെ അല്ലേ? റീവാല്യൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് 5 ലക്ഷം രൂപയുടെ കാറായിരുന്നു. ക്ലിയർ അല്ലേ? റീവാല്യൂ ചെയ്തപ്പം ഇതിന് വില എന്തായി? 4 ലക്ഷം രൂപയായിട്ട് മാറി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വീണ്ടും വാല്യൂ ചെയ്തപ്പം 5 ലക്ഷം രൂപയുടെ കാറിന് എനിക്കിപ്പോൾ എത്ര മാർക്കറ്റ് വാല്യൂ ഉള്ളൂ? 4 ലക്ഷം രൂപയെ വാല്യൂ ഉള്ളൂ അല്ലേ? അവ സിമ്പിളാക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? നഷ്ടം. കറക്റ്റ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? 5 ലക്ഷം രൂപയുടെ കാറായിരുന്നു. ഒന്നുകൂടെ വാല്യൂ ചെയ്തപ്പോൾ റീവാല്യൂ ചെയ്തപ്പോൾ എന്തായി? 4 ലക്ഷം രൂപയായിട്ട് മാറി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു? വാല്യൂ കുറഞ്ഞു. ഇത് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ എനിക്ക് നഷ്ടമാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ നേരെ മറിച്ച് എൻ്റെ പുതിയ ഈഫിൽ ടവറാണെന്ന് വിചാരിക്കാം. അല്ല, എൻ്റെ പുതിയ ബുർജ് ഖലീഫാണത്, പുതിയ ബിൽഡിംഗ്. ഇമാജിൻ. വിചാരിച്ചോ? പൈസ കൊടുക്കണ്ടല്ലോ. വിചാരിച്ചോ? ഓക്കെ അല്ലേ? സോ എൻ്റെ ബിൽഡിംഗ് ആണത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആദ്യം ഞാൻ കണക്കാക്കിയത് 10 കോടി. വിചാരിച്ചോ? പൈസ കൊടുക്കണ്ടല്ലോ. ഓക്കെ. എത്രയാണ്? 10 കോടി രൂപയാണ് ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ റീവാല്യൂ ചെയ്തപ്പം ഈ ബിൽഡിങ്ങിൻ്റെ പ്രൈസ് എന്തായിട്ട് മാറി? 15 കോടിയായിട്ട് മാറി. ലാഭമാണോ നഷ്ടമാണോ? ആദ്യം 10 കോടിയുടെ ബിൽഡിംഗ് ആയിരുന്നു. എന്നാൽ റീവാല്യൂ ചെയ്തപ്പോൾ എന്തായി? 15 കോടിയായി. ലാഭമല്ലേ? സെറ്റ്. സോ ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ലാഭം ഉണ്ടാകാനും നഷ്ടം ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഈ പ്രോഫിറ്റിനെയും ലോസിനെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? റീവാലുവേഷനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇതിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഓക്കെ, റീവാല്യൂ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് ലോസ് എവിടേക്കും മക്കളെ റെക്കോർഡ് ചെയ്യുക? ഡെബിറ്റ് സൈഡ് ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തേത് എന്താണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ടത്? അസറ്റിൻ്റെ വാല്യൂ കൂടിയതാണോ കുറഞ്ഞതാണോ എന്ന് നമുക്ക് എവിടെ മനസ്സിലാക്കാൻ പറ്റും? അത് എപ്പോഴും എവിടെ കൊടുത്തിട്ടുണ്ടാവും? അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും കൊടുക്കുക. എവിടെ കൊടുത്തിട്ടുണ്ടാവുക? ക്വസ്റ്റ്യൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? സോ നോക്കിക്കോ. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ? വാല്യൂ ഓഫ് മിഷനറി അപ്രീസിയേറ്റഡ് ബൈ 10%. മിഷനറിയുടെ വാല്യൂ 10% കൂടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന് മിഷനറിയുടെ വാല്യൂ എത്ര? 25,000. കണ്ടോ? മിഷനറിയുടെ വാല്യൂ എത്രയാണ്? 25,000 രൂപയാണ് മിഷനറിയുടെ വാല്യൂ. അപ്പോൾ അതിൻ്റെ 10% അപ്രീസിയേറ്റ് ചെയ്തു, 10% കൂടി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഉണ്ടാവുക? നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 25,000 ഇൻറ്റു അല്ലേ 25,000 ഇൻറ്റു 10%, ദാറ്റ് ഈക്വൽ ടു 2,500. സോ ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ ബിൽഡിങ്ങിന് ആദ്യം 25,000 ആയിരുന്നു. സോറി, മിഷനറിക്ക് ആദ്യം 25,000 ആയിരുന്നു. എന്നാൽ റീവാല്യൂ ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? 2,500 രൂപ കൂടി. ലാഭമാണോ നഷ്ടമാണോ? നിങ്ങൾ തന്നെ പറഞ്ഞോളി. കറക്റ്റ്, ലാഭമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യുക? റീവാലുവേഷൻ്റെ ഏത് സൈഡ് റെക്കോർഡ് ചെയ്യും? പ്രോഫിറ്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്ത് റെക്കോർഡ് ചെയ്യും? മിഷനറി. ഓക്കെ അല്ലേ?
മെഷീനറി. ഓക്കെ, എത്ര എമൗണ്ട്, എത്രയാണോ ലാഭം കിട്ടിയത് ആ ലാഭം കിട്ടിയ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. എല്ലാവർക്കും സെറ്റാണ്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 8500. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്തായിട്ട് മാറി, 8500 രൂപയായിട്ട് മാറി. എങ്ങനെ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്തായിട്ട് മാറി, 8500 രൂപയായിട്ട് മാറി. അങ്ങനെയെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പഴയ വാല്യൂ എത്ര, 6000 രൂപയായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 6000 രൂപ വിലയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായി, 8500 രൂപയായിട്ട് മാറി. ദാറ്റ് മീൻസ് 2500 രൂപ എന്ത് ചെയ്ത് വാല്യൂ കൂടി. ഇത് ക്ലിയർ ആണോ? ഇങ്ങനെ 2500 രൂപ വാല്യൂ എന്ത് ചെയ്തു, കൂടി. ക്ലിയർ അല്ലേ? സോ പ്രോഫിറ്റ് അല്ലേ? അതെ, പ്രോഫിറ്റ് ആണ്. എവിടെ റെക്കോർഡ് ചെയ്യും, റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് സൈഡ്. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര എമൗണ്ട്, 2500 അല്ലേ. 6000 രൂപ വിലയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിട്ട് മാറി, 8500 രൂപയായിട്ട് മാറി. ദാറ്റ് ഈസ് ആ 2500 രൂപ വാല്യൂ കൂടി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, 2 അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു അല്ലേ. 2 അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തത്, ദ വാല്യൂ ഓഫ് ഫർണിച്ചർ ഡിപ്രീസിയേറ്റഡ് ബൈ 500 എന്ന് പറഞ്ഞ മീനിങ് എന്താ, ഫർണിച്ചറിൻ്റെ വാല്യൂ 500 രൂപ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം. എങ്ങനെ, ഫർണിച്ചറിൻ്റെ വാല്യൂ 500 രൂപ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. വാല്യൂ കുറഞ്ഞു, ലാഭമാണോ നഷ്ടമാണോ, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു, നഷ്ടമല്ലേ. സോ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യും, റീവാലുവേഷന് ലോസിൻ്റെ സൈഡ് റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന അറിയാവോ, ഫർണിച്ചർ എത്രയാണ് എമൗണ്ട്, ഫർണിച്ചർ 500, 500 രൂപ. പറഞ്ഞ കാര്യം ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താ മക്കളെ, ദ വാല്യൂ ഓഫ് പ്രൊവിഷൻ ഈസ് ചാർജ്ഡ് 10% ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക എന്താണ് ഈ പ്രൊവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൊവിഷൻ ഒന്ന് ഉദ്ദേശിക്കുന്നത് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉള്ള എമൗണ്ട് ആണ്. എങ്ങനെ, ഒരാൾ വിചാരിക്കാം, സിമ്പിളി വിചാരിക്കാം, നിങ്ങൾക്ക് ഒരാൾ ഒരു 8000 രൂപ തരാണ്ട്, വിചാരിച്ചാൽ മതി കേട്ടോ, തരാല്ല എനിക്കല്ല, വിചാരിച്ചോ. ഒരാൾ നിങ്ങൾക്ക് എത്ര പേരാണ്ട്, 8000. അതിനെ വിളിക്കുന്നവരെ ഡെപ്റ്റേഴ്സ്. നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരല്ല ഡെപ്റ്റേഴ്സ്. എന്നാൽ കേട്ടോ, ഈ 8000 രൂപയിൽ 10% നമുക്ക് ഡൗട്ടാണ്, ആ പൈസ തരൂ, ആ പൈസ തരൂലേ, അതാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പറഞ്ഞാലും ക്ലിയർ അല്ലേ, സംശയം ഉണ്ടോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10% ഫേം എന്ത് ചെയ്യുന്നത്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് സംശയമുള്ള പൈസയാണ്, ആ 10% കിട്ടോ കിട്ടില്ല എന്ന് ഡൗട്ടാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇങ്ങനെ ഡൗട്ടുള്ള പണത്തെ കിട്ടില്ല എന്ന് പറഞ്ഞാണ് കാണിക്കുക. വിച്ച് മീൻസ് അത് പോട്ടെ, പറഞ്ഞാലും ക്ലിയർ അല്ലേ, നമ്മൾ പൈസക്കാർ പോട്ടെ, പറഞ്ഞ കാര്യം ക്ലിയർ. ഡൗട്ട് ഉണ്ടായിരിക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ, സിമ്പിൾ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി. നമുക്കൊരാൾ ഒരു 8000 രൂപ തരാണ്ട് അതിൽ 800 രൂപ തരൂല, ലാഭമാണോ, എല്ലാം നഷ്ടമാണ് അല്ലേ. അപ്പം നമ്മളിവിടേക്ക് റെക്കോർഡ് ചെയ്യുക, റീവാലുവേഷൻ്റെ ലോസിൻ്റെ സൈഡ് എത്ര രൂപ റെക്കോർഡ് ചെയ്യും. ആലോചിച്ച് നോക്കിയേ, ഈ ക്വസ്റ്റിൻ്റെ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 8000 ആണ് അല്ലേ. സോ 8000ൻ്റെ എത്ര ശതമാനം, 10%. അതായത് 800 രൂപയായിരിക്കും പ്രൊവിഷൻ വരാം. പറഞ്ഞ കാര്യം ക്ലിയർ. സോ പ്രൊവിഷൻ 800 രൂപ ആയതുകൊണ്ട് വി ഷുഡ് റെക്കോർഡ് ഓൺ ദി ലോസിൻ്റെ സൈഡ്. എവിടെയാണ് ആ ലോസിൻ്റെ സൈഡ്, ദേ റീവാലുവേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് അല്ലേ. എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും, പ്രൊവിഷൻ. ഓക്കെ, എത്രയാണ്, 800 രൂപ. ഓക്കെ അല്ലേ. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ മക്കളെ, ദർ ഈസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ₹500 നൗ ഈസ് ടു ബി റെക്കോർഡ്. എന്താണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്, അതായത് നമ്മൾ പലിശ കൊടുക്കാനുണ്ട്. എത്ര, 500 രൂപ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, പലിശ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എത്ര രൂപ, 500 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പലിശ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. പക്ഷേ ഇതുവരെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതാണ് എന്ത്, നൗ ഈസ് ടു ബി റെക്കോർഡർ എന്ന് പറഞ്ഞത്. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 500 രൂപയെ നമ്മൾ ഇനി എന്ത് ചെയ്യണം മക്കളെ, ബുക്ക് ഓഫ് അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കൂട്ടുകാരെ, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നാ പറഞ്ഞുതരാം. 500 രൂപ നമ്മൾ ഇനി റെക്കോർഡ് ചെയ്യണമെങ്കിൽ കമ്പനിക്ക് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ ഒന്ന് ആലോചിക്കുക. നമ്മൾ കൊടുക്കാനുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല, നഷ്ടമാണോ ലാഭമാണോ, നഷ്ടം. നമ്മളിനി കൊടുക്കണ്ടേ, നഷ്ടമല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് റെക്കോർഡ് ചെയ്യുക, റീവാലുവേഷൻ്റെ ലോസിൻ്റെ സൈഡ് റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന അറിയാവോ, എവിടെ റെക്കോർഡ് ചെയ്യണം, നമ്മൾ ലോസ് ആണ് അല്ലേ. സോ റീവാലുവേഷൻ്റെ ഏത് സൈഡ് റെക്കോർഡ് ചെയ്യും, ഡെബിറ്റ് സൈഡ്. നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്. ഓക്കെ, എത്ര എമൗണ്ട് വന്നിട്ടുള്ളത്, 500 രൂപ വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. എത്ര എമൗണ്ട്, 500 റുപ്പീസ്. ക്ലിയർ, സെറ്റ്, പരിപാടി കഴിഞ്ഞു. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലി ദ ഹാഫ് ഓഫ് ദി പ്രീമിയം വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. എന്താണ് ഈ പ്രീമിയം, അതായത് പുതിയ പാർട്ട്ണർ റീനു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന എമൗണ്ട് ഓഫ് ഗുഡ്വില്ലിനെ വിളിക്കുന്ന പേരാണെന്ത്, പ്രീമിയം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. എങ്ങനെ, നമ്മുടെ പുതിയ പാർട്ട്ണർ ആയിട്ടുള്ള റീനു നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എമൗണ്ട് ഓഫ് ഗുഡ്വില്ലിനെ വിളിക്കുന്ന പേരാണെന്ത് മക്കളെ, പ്രീമിയം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. സോ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രീമിയമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. സോ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ എല്ലാവർക്കും, ഓക്കെ അല്ലേ എല്ലാവർക്കും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജിൽജിലാക്കി ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, സോ ബാലൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ഒന്ന് സം ചെയ്ത്
2500 പ്ലസ് 2500 ഹൗ മച്ച് വിൽ ഗെറ്റ് 5000 അല്ലേ? എത്ര കിട്ടും? ക്രെഡിറ്റ് സൈഡ് എത്ര കിട്ടും മക്കളെ? 5000 ദിർഹംസ്, 5000 രൂപ കിട്ടും. എന്നാൽ ഡെബിറ്റ് സൈഡിൽ നിന്ന് കൂട്ടി നോക്കുകയാണെങ്കിലോ 500, 1000, 1800. സോ ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടി? 1800 രൂപയാണ് ടോട്ടൽ എമൗണ്ട് കിട്ടിയത് അല്ലേ? ഇതിലേതാ ഹയസ്റ്റ് വാല്യൂ? ഡെഫിനറ്റ്ലി 5000 അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 5000 റുപ്പീസിന് അക്കൗണ്ട് ടോട്ടലായി കൺസിഡർ ചെയ്യുന്നു. 5000 മൈനസ് 1800 ഹൗ മച്ച് വിൽ ഗെറ്റ്? ദാറ്റ് ഈക്വൽ ടു 3200. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ 3200 ആണ് റീവാലുവേഷൻ പ്രോഫിറ്റ്. പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ? 3200 റുപ്പീസ് ആണെന്ത്? റീവാലുവേഷൻ പ്രോഫിറ്റ്. റീവാലുവേഷൻ പ്രോഫിറ്റ് വന്നാൽ ആ റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ ആർക്ക് വിരിച്ചു കൊടുക്കുന്ന അറിയാമോ? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വിരിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ഈ ചോദ്യത്തിൽ സച്ചിനും അമൽ ഡേവിസുമാണെന്ത്? നമ്മുടെ പാർട്ട്നേഴ്സ് അല്ലേ? അവരുടെ ഓൾഡ് റേഷ്യോ എത്ര? 3:2 ആണ് റേഷ്യോ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നൈസായിട്ട് സച്ചിൻ, ഓക്കെ, അതേമാതിരി തന്നെ അമൽ ഡേവിസ്. ഓക്കെ, സച്ചിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 3200 × 3/5. ഓക്കെ, അമൽ ഡേവിസിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 3200 × 2/5 അല്ലേ? സോ 1920 1280. പറഞ്ഞ കാര്യം ക്ലിയർ, ജില്ലായിട്ട് സെറ്റ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സച്ചിൻസ് ക്യാപിറ്റൽ. ഓക്കെ, സച്ചിൻസ് ക്യാപിറ്റൽ, അതേമാതിരി തന്നെ അമൽ ഡേവിസ് ക്യാപിറ്റൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സച്ചിൻ എത്ര? 1920. അമൽ ഡേവിസിന് എത്ര? 1280. പറഞ്ഞ കാര്യം ക്ലിയർ. ഓക്കെ, സെറ്റ്. എല്ലാവർക്കും ഓക്കെയാണ്? എല്ലാവർക്കും ഓക്കെയാണ്? സെറ്റ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തെറ്റ് പറ്റുന്ന ഒരു ഏരിയയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ മതിക്കരോ. 3 സ്റ്റെപ്പോട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എത്ര? ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും 3 സ്റ്റെപ്പോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ അക്കൗണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? റെക്കോർഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഗുഡ് വിൽ. ഒന്നുകൂടെ വായിച്ചേ. റെക്കോർഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആൻഡ് ഗുഡ് വിൽ. ക്ലിയർ അല്ലേ? ഈ 4 ഐറ്റംസ് ഏതൊക്കെയാ? ഓപ്പണിംഗ് ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ്, ഗുഡ് വിൽ. ഈ 4 ഐറ്റംസും ഫ്രം ഓൾഡ് ബാലൻസ് ഷീറ്റ്. എവിടെ നിന്ന്? ഓൾഡ് ബാലൻസ് ഷീറ്റിൽ നിന്നും ടു ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ ചേട്ടാ? അതായത് എന്താണ് ഈ ഓൾഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യനിൽ കൊടുത്ത ബാലൻസ് ഷീറ്റില്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ കൊടുത്ത ബാലൻസ് ഷീറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഓൾഡ് ബാലൻസ് ഷീറ്റ്. മനസ്സിലായോ? എങ്ങനെ? നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഏതാണോ ആ ബാലൻസ് ഷീറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ ഓൾഡ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത്. പറഞ്ഞാൽ ക്ലിയർ അല്ലേ? അതായത് ये है हमारी ഓൾഡ് ബാലൻസ് ഷീറ്റ്. ക്ലിയർ അല്ലേ? സോ ഈ ഓൾഡ് ബാലൻസ് ഷീറ്റിൽ 4 ഐറ്റംസ് ഉണ്ടോ നോക്കണം. ഏതൊക്കെയാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഗുഡ് വിൽ. ഈ 4 ഐറ്റംസും. ക്ലിയർ അല്ലേ? ഈ 4 ഐറ്റംസ് ഉണ്ടെങ്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ടു ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഐറ്റം ഓപ്പണിംഗ് ക്യാപിറ്റൽ. എന്നാ പഠിച്ചോ? ഈ ക്വസ്റ്റ്യൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഏതാ? ദേ കിടക്കുന്നത് 30,000, 20,000. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എങ്ങോട്ടേക്ക്? നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാലൻസ് ബ്രോഡൗൺ. ഓപ്പണിംഗ് അല്ലേ? സോ ബാലൻസ് ബ്രോഡൗൺ. എത്രയാണ് സച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 30,000 ആണ് സച്ചിൻ്റെ ക്യാപിറ്റൽ അല്ലേ? 20,000 ആണെന്ത്? അമൽ ഡേവിസിൻ്റെ ക്യാപിറ്റൽ. റീന്യൂവിനുണ്ടോ? ഇല്ല. വൈ? റീന്യൂ ഇസ് എ ന്യൂ പാർട്ട്ണർ. സോ റീന്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കൊടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്കിൽ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ജനറൽ റിസർവ് ആണ് അല്ലേ? എന്താണ് ഐറ്റം? ജനറൽ റിസർവ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ ജനറൽ റിസർവ് കൊടുത്തിട്ടുണ്ടോ? ദേ കൊടുത്തിട്ടുണ്ട് 10,000 റുപ്പീസ്. എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. എങ്ങനെ? ഓൾഡ് റേഷ്യോയിൽ. അതായത് ഇവിടെ അമൽ ഡേവിസിൻ്റെയും സച്ചിൻ്റെയും ക്യാപിറ്റൽ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നാൽ ജനറൽ റിസർവ് സെപ്പറേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യണം? ഇത് വീതിച്ച് കൊടുക്കണം. അതായത് 10,000 രൂപയെ നമ്മൾ എന്ത് ചെയ്യണം? അമൽ ഡേവിസിനും സച്ചിനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വീതിച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഓക്കെ, ജനറൽ റിസർവ്. ഓക്കെ അല്ലേ? എത്ര ഉണ്ടാവും? 6,000 റുപ്പീസ് നമ്മുടെ അമൽ ഡേവിസിനും സച്ചിനും, അതേപോലെ 4,000 റുപ്പീസ് ആർക്കും ഉണ്ടാവും? അമൽ ഡേവിസിനും ഉണ്ടാവും. ഏത് റേഷ്യോ പ്രകാരം? 3:2 എന്ന് പറഞ്ഞ റേഷ്യോ പ്രകാരം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ? മൂന്നാമത്തത് എന്താ? പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ഈ ക്വസ്റ്റിന് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടോ? ദേ കിടക്കുന്ന പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ഈ പ്രോഫിറ്റ് ഓർ ലോസിന് എന്തെങ്കിലും നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യണം. വിച്ച് മീൻസ് ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം അല്ലേ? എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. എത്ര ഉണ്ടാവും? 3,000 രൂപയും 2,000 രൂപയും. ഏത് റേഷ്യോ പ്രകാരം? ഓൾഡ് റേഷ്യോ, അതായത് 3:2 എന്ന് പറഞ്ഞ റേഷ്യോ പ്രകാരം. ഓക്കെ അല്ലേ? അടുത്തത് എന്താ?
ഗുഡ് വിൽ ഉണ്ടോ? ദേ കിടക്കുന്ന ഗുഡ് വിൽ, ഓൾഡ് ബാലൻസ് ഷീറ്റിൽ കൊടുത്ത ഗുഡ് വിൽ. ശ്രദ്ധിച്ച് കേൾക്കുക, ഓൾഡ് ബാലൻസ് ഷീറ്റിലെ ഗുഡ് വില്ലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ഗുഡ് വിൽ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. എത്ര? 10,000 റുപ്പീസ് ആണ് ഗുഡ് വിൽ. ഈ ഒരു ഗുഡ് വില്ലിനെ വിളിക്കുന്ന പേരാണ് എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ. എന്ത് ഗുഡ് വില്ലാണ്? എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ. സോ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം, അതായത് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഗുഡ് വിൽ ഏത് റേഷ്യോയിലാണ് വിരിച്ചു കൊടുക്കുക? ആസ് വി സെഡ് ഏർലിയർ, എങ്ങനെ? ഓൾഡ് റേഷ്യോയിൽ 6,000ഉം 4,000. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ ഓൾഡ് ബാലൻസ് ഷീറ്റ് ഖത്തം. എങ്ങനെ? ഓൾഡ് ബാലൻസ് ഷീറ്റ് കഴിഞ്ഞു. ഏതൊക്കെയാണ് ഓൾഡ് ബാലൻസ് ഷീറ്റ്? ഓൾഡ് ബാലൻസ് ഷീറ്റ് പ്രകാരം നമ്മൾ എന്തൊക്കെ റെക്കോർഡ് ചെയ്തു? ദേ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആൻഡ് ഫൈനലി ഗുഡ് വിൽ. 4നെയും നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ അക്കൗണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? റെക്കോർഡ് റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. സിമ്പിൾ. എന്താണ്? റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് റെക്കോർഡ് ചെയ്യണം. എങ്ങോട്ടേക്ക്? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ റീവാലുവേഷൻ പ്രോഫിറ്റ് എത്രയായിരുന്നു മക്കളെ? 1920ഉം 1280ഉം ആണല്ലോ. എങ്ങനെ റെക്കോർഡ് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് മനസ്സിലായോ? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യണം. എത്ര? സച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് 1920ഉം അതേപോലെ തന്നെ അമൽ ഡേവിസിൻ്റെ അക്കൗണ്ടിലേക്ക് 1280ഉം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. എന്നാ പറഞ്ഞ റെക്കോർഡ് ചെയ്യും? റീവാലുവേഷൻ. ഓക്കെ, റീവാലുവേഷൻ ഹൗ മച്ച്? 1920 സച്ചിൻ്റെത്, 1280 ആരുത്? അമൽ ഡേവിസിൻ്റെത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ വൃത്തിക്ക് എന്ത് എളുപ്പത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്? മൂന്നാമത്തേത് റെക്കോർഡ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ടു ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് രമണ, പുതിയ പാർട്ട്ണർ ആര്? റീനു എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ക്യാപിറ്റലും കൊണ്ടുവന്നിട്ടുണ്ട്, പ്രീമിയം കൊണ്ടുവന്നിട്ടുണ്ട്. അത് എവിടെ റെക്കോർഡ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ്. എന്നാ മോനെ പറയടാ, ഈ ക്വസ്റ്റ്യനിൽ റീനു കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്ര? 20,000. റീനു കൊണ്ടുവന്ന പ്രീമിയം എത്ര? 6,000 അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു ക്യാഷ്. എന്നിട്ട് റീനുവിൻ്റെ ക്യാപിറ്റൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നാൽ റീനു എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഗുഡ് വിൽ അഥവാ പ്രീമിയം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഈ പ്രീമിയം ആർ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടതാ? ശ്രദ്ധിച്ച് കേട്ടോ. അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? റീനുവിനല്ല കൊടുക്കേണ്ടത്. ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള 6,000 റുപ്പീസ് ഗുഡ് വില്ലിന് നമ്മൾ ആർക്ക് കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സ്, അതായത് സച്ചിനും അമൽ ഡേവിസിനുമാണ് കൊടുക്കേണ്ടത്. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഇപ്പം മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലായി? അതായത് ഒരു പാർട്ട്ണർ പുതുതായിട്ട് ഫേമിലേക്ക് എന്ത് കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം? ഗുഡ് വില്ല് കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഗുഡ് വില്ല് കൊണ്ടുവരികയാണെങ്കിൽ ആ ഗുഡ് വില്ല് ആർക്ക് കൊടുക്കാനുള്ളതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ കൊടുക്കാനുള്ളതാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റനിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് സച്ചിനും അമൽ ഡേവിസുമാണ്. അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ 1:1 ആണ്. ക്ലിയർ അല്ലേ? സോ ഈ 6,000 രൂപയെ നമ്മൾ എന്ത് ചെയ്യണം? 2 പേർക്കും ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ. സോ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 6,000ൻ്റെ പകുതി 3,000 രൂപ സച്ചിനും 3,000 രൂപ ആരും വീതിച്ചെടുക്കും, അമൽ ഡേവിസും വീതിച്ചെടുക്കും. പറഞ്ഞ കാര്യം ക്ലിയർ? ഇതെല്ലാവർക്കും ഓക്കെയാണ്? അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പാർട്ട്ണർ ഫേമിലേക്ക് അഡ്മിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്ത് കൊണ്ടുവരും? പ്രീമിയം കൊണ്ടുവരും, അല്ലെങ്കിൽ ഗുഡ് വില്ല് കൊണ്ടുവരും. ഇങ്ങനെ കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് ഗുഡ് വില്ലിന് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് പ്രീമിയത്തെ നമ്മൾ ആർക്ക് വിധിച്ചു കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ വിധിച്ചു കൊടുക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആരൊക്കെയാണ് ഓൾഡ് പാർട്ട്നേഴ്സ്? സച്ചിനും അമൽ ഡേവിസും അല്ലേ? ഓക്കെ, അപ്പോൾ എത്രയാ ഗുഡ് വില്ല്? 6,000. എങ്ങനെ വിധിച്ചു കൊടുക്കും? സാക്രിഫൈസിങ് റേഷ്യോയിൽ. എത്രയാ സാക്രിഫൈസിങ് റേഷ്യോ? 1:1, അതായത് ഈക്വലി. ക്ലിയർ അല്ലേ? സോ 6,000ൻ്റെ 1:1 എന്ന് പറഞ്ഞാൽ 3,000 സച്ചിനും 3,000 ഏടിക്കും, അമൽ ഡേവിസിനും. എല്ലാവർക്കും ഓക്കെയാണ്? സെറ്റാണ്, കളറാണ്, പവറാണ് അല്ലേ? എങ്കിൽ അടുത്തത് ഇനി എന്ത് റെക്കോർഡ് ചെയ്യാൻ ബാക്കിയുണ്ടോ? ഒരു സാധനം കൂടി ബാക്കിയുണ്ട്. പ്രീമിയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ നോക്കിക്കേ. ഹാഫ് ഓഫ് ദി പ്രീമിയം വിഡ്രോൺ ബൈ പാർട്ട്നേഴ്സ്. എങ്ങനെ? ഹാഫ് ഓഫ് ദി പ്രീമിയം വിഡ്രോൺ ബൈ പാർട്ട്ണർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഈ 6,000 രൂപ പ്രീമിയത്തെ ആർക്ക് വിധിച്ചു കൊടുത്തു? സച്ചിനും കൊടുത്തു, അമൽ ഡേവിസിനും കൊടുത്തില്ലേ? അതിൻ്റെ ഹാഫ്, പകുതി അവരെന്ത് ചെയ്യാണ്? വിഡ്രോ ചെയ്തുകൊണ്ട് പോവാണ്. വിച്ച് മീൻസ് സച്ചിനും അമൽ ഡേവിസ് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? 3,000 സച്ചിനും 3,000 അമൽ ഡേവിസിനും കൊടുത്തു. അതിൻ്റെ പകുതി അവർ എടുത്തുകൊണ്ട് പോവാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ? പകുതി അവർ എടുത്തുകൊണ്ട് പോവാണ്. പറഞ്ഞ കാര്യം ഓക്കെയാണോ? അങ്ങനെയാണെങ്കിൽ സച്ചിൻ്റെ 3,000 കിട്ടി, അമൽ ഡേവിസിന് 3,000 കിട്ടി. പകുതി എത്രയാണ്? 1,500. വിഡ്രോ ചെയ്തുകൊണ്ട് പോവല്ലേ? ഇങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ട് പോവാണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണമെന്ന് അറിയാമോ? ഡെബിറ്റ് സൈഡ് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. സച്ചിൻ 1,500 എടുത്തു, അമൽ ഡേവിസ് 1,500 എടുത്തു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതെല്ലാവർക്കും ഓക്കെയാണോ? സോ പ്രീമിയം കൊണ്ടുവന്നിട്ട് ആ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ശ്രദ്ധിച്ച് കേട്ടോ. ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ സച്ചിൻ്റെ അക്കൗണ്ടിലെ പൈസ കൂടാണ്, സച്ചിന് പൈസ കിട്ടി, സച്ചിൻ്റെ അക്കൗണ്ടിലെ പൈസ കൂടില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ?
നേരെ മറിച്ച് അക്കൗണ്ടിലെ പൈസ കുറയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ? ഇത് മനസ്സിലാക്കണം. ഇത് ഓക്കെയാണോ? ഒന്ന് നോക്കി. പ്രീമിയം കിട്ടിയപ്പോൾ ക്രെഡിറ്റ് ചെയ്തു, പ്രീമിയം എടുത്തുകൊണ്ട് പോയപ്പോൾ അക്കൗണ്ടിലെ പൈസ കുറയും, സോ ഡെബിറ്റ് ചെയ്തു. സിമ്പിൾ. എന്തൊരു നൈസാ പരിപാടി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജിൽജിലാക്കി ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 43,920. ഓക്കെ, 43,920. ഒറ്റ മിനിറ്റ്. 43,920. 43,920. 43 അല്ലേ? ഓക്കെ. 30, 36, 39, 40, 43,920. ഹൈവ എമ്മാര് കറക്റ്റ് ഇഷ്ടമാണ്. അടുത്തത് 30,280. 30,280. ലാസ്റ്റിന് ഫൈനലി 20,000. അത് എളുപ്പമാണ്. ഓക്കെ അല്ലേ? 20,000. ഇനി എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, ബാലൻസ് ചെയ്യുന്ന സമയത്ത് 20,000. ബാലൻസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലേ? ഓക്കെ, 20,000 ഇവിടെ ഒന്നുമില്ല, അപ്പോൾ 20,000 വരും. ദെൻ 30,280 മൈനസ് 5,500 എത്ര വരും? ദാറ്റ് ഈക്വൽ ടു 24,780. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 43,920 മൈനസ് 7,500 ദാറ്റ് ഈക്വൽ എത്ര കിട്ടും? 30,600. 30,420. ഇതൊന്നും കൂടി മാറ്റി എഴുതിക്കാം. ലാസ്റ്റ് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവണം നിങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്താ? 24,780. എന്ത് പറഞ്ഞ റെക്കോർഡ് ചെയ്യുന്ന അറിയാമോ? ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ബാലൻസ് ക്യാരി ഡൗൺ സെറ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനലി എന്താണ്? ബാലൻസ് ഷീറ്റാണ്, അതായത് ന്യൂ ബാലൻസ് ഷീറ്റാണ്. പറഞ്ഞ കാര്യം ക്ലിയർ? സോ ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്തിനു വേണം? ഓൾഡ് ബാലൻസ് ഷീറ്റിന് സഹായം വേണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്തിന് സഹായം വേണം? ഓൾഡ് ബാലൻസ് ഷീറ്റിന് ഹെൽപ്പ് നമുക്ക് എന്തിലേക്ക് വേണം? ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേണം. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും സെറ്റാണ്? എല്ലാവർക്കും ഓക്കെ ആണ്? എല്ലാവർക്കും ഓക്കെ ആണ്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? അതായത് ഇനി ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ന്യൂ വാല്യൂസിനെ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ നോക്കാം. അതായത് ഇവിടെ സച്ചിൻ്റെ ക്യാപിറ്റൽ എത്ര? 30,000 ആണ്. എന്നാൽ റീനു വന്നതിന് ശേഷം സച്ചിൻ്റെ ക്യാപിറ്റൽ 30,000 ആണോ? അല്ല, 30,420. പുതിയ വാല്യൂ ആണ് അല്ലേ? സോ ഇത്തരത്തിൽ പുതിയ വാല്യൂസിനെ മാത്രമേ നമുക്ക് എങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? ന്യൂ ബാലൻസിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഐറ്റം എന്താ? സച്ചിൻ ക്യാപിറ്റലാണ്. സച്ചിൻ അമൽ ഡേവിസ്. ഇവിടെ ക്യാപിറ്റലിന് പുതിയ വാല്യൂ എത്ര? അത് എവിടെ കിട്ടും നമുക്ക്? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്യാരി ഡൗണിൽ കിട്ടും. എത്ര? 30,420, 24,780, 20,000. ക്ലിയർ അല്ലേ? നേരെ റെക്കോർഡ് ചെയ്യുന്നു. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ സച്ചിൻ. ഓക്കെ, അമൽ ഡേവിസ്. ഓക്കെ, ലാസ്റ്റ് ഒരാളും കൂടി ഉണ്ട്. ആരാണ്? റീനു. അവർ രണ്ടുപേരും മാത്രമാണ് പാർട്ട്നേഴ്സ്. ഇനി അല്ല, റീനു കൂടെ പുതിയ പാർട്ട്ണർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? റീനുവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. എത്ര? 36,420. ഓക്കെ, 24,780 ആൻഡ് ഫൈനലി 20,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എല്ലാവർക്കും സെറ്റാന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ അല്ലേ? അടുത്തത് രണ്ടാമത്തെ ഐറ്റം എന്താ? ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോടാ? ഒരു മാറ്റവും ഇല്ല, അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. സോ ക്രെഡിറ്റേഴ്സ് എത്ര എമൗണ്ട്? 12,000. ഓക്കെ അല്ലേ? ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് ബാങ്ക് ലോൺ. എന്നാലും മാറ്റം ഉണ്ടോ ബാങ്ക് ലോണിന്? ഇല്ല, അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ നോക്കുന്ന മാറ്റം ഉണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെ മനസ്സിലാവുന്നുള്ളത്? അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയാൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ട് മാറ്റം ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഈ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ്, ഗുഡ് വില്ല്, ഈ 3 ഐറ്റത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എങ്ങനെ? ഈ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ്, ഗുഡ് വില്ല്, ഈ ഓൾഡ് ബാലൻസ് ഷീറ്റിൽ കൊടുത്ത ഈ 3 ഐറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ഗുഡ് വില്ല്, ഈ 3 ഐറ്റം നമ്മൾ വീതിച്ചു കൊടുത്തില്ലേ? ഈ 3 ഐറ്റം വീതിച്ച് കൊടുത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി ന്യൂ ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ നമുക്ക് തന്നെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. വൈ? ഓൾറെഡി ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യരുത്? കാണിക്കാൻ പാടില്ല. അപ്പോൾ ഇനി അടുത്തെന്താ? അസറ്റ് സൈഡ്. ഫസ്റ്റ് ആയിട്ട് മിഷനറി. മിഷനറിൻ്റെ പുതിയ വാല്യൂ എത്ര? നിങ്ങൾ നോക്കിക്കേ, മിഷനറിൻ്റെ വില 10% കൂടിയില്ലേ? അതായത് 2,500 രൂപ ഓൾറെഡി മിഷനറിൻ്റെ വാല്യൂ കൂടിക്കുന്നു. അപ്പോൾ മിഷനറിൻ്റെ പുതിയ വാല്യൂ എത്രയ്ക്ക് ഉണ്ടാവുക? 25,000 പ്ലസ് 2,500 എത്ര? 27,500 അല്ലേ? സോ മിഷനറി. ഓക്കെ, 27,500. ഓക്കെ, രണ്ടാമത്തെ ഐറ്റം മക്കളെ, ഇൻവെസ്റ്റ്മെൻറ്റ് 6,000. ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ദേ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിക്കേ, ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 8,500 രൂപയായിട്ടുണ്ട്. അപ്പോൾ പുതിയ വാല്യൂ എത്രയാണ്? 8,500 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, പുതിയ വാല്യൂവിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തായിട്ട് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഫർണിച്ചറാണ്. ഫർണിച്ചറിന് എന്തെങ്കിലും ഭാവവ്യത്യാസങ്ങളുണ്ടോ മക്കളെ? നോക്കിക്കേ, ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ദ വാല്യൂ ഓഫ് ഫർണിച്ചർ ഡിപ്രീസിയേറ്റഡ് ബൈ 5%. ഫർണിച്ചറിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? 500 രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചു. 500 രൂപ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ? 500 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്?
ഫർണിച്ചറിൻ്റെ വാല്യൂ 500 രൂപ കുറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ കാര്യം ക്ലിയർ, എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ വാല്യൂ കുറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ആദ്യം 4000 രൂപയാണ്, അതിൽ 500 രൂപ കുറയുന്നു. സോ ദാറ്റ് ഈക്വൽ ടു ഫർണിച്ചർ ഓക്കെ 3500, 4000 രൂപയിൽ നിന്നും 500 രൂപ കുറഞ്ഞു, 3500. ഓക്കെ, ഇനി അടുത്തായിട്ട് എന്താ? സ്റ്റോക്കിന് എന്തെങ്കിലും ഭാവ വ്യത്യാസങ്ങളുണ്ടോ? ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും മക്കളെ, അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. എത്രയാണ് വാല്യൂ? 8000. ഓക്കെ, അടുത്ത ആയിട്ട് എന്താ? ഡെപ്റ്റേഴ്സ് 8000. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്, 10% പ്രൊവിഷൻ ഉണ്ട്. എവിടെ? 10% പ്രൊവിഷൻ ഉണ്ട് ഡെപ്റ്റേഴ്സിന് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്റ്റേഴ്സിൽ നിന്നും ആ പ്രൊവിഷൻ്റെ വാല്യൂനെ മൈനസ് ചെയ്ത് വേണം കാണിക്കാൻ. ഓക്കെ അല്ലേ? സോ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 8000 ആണ്. സോ ഡെപ്റ്റേഴ്സ് 8000 ലെസ് പ്രൊവിഷൻ. എത്രയാണ് പ്രൊവിഷൻ? 10%, 800 രൂപയാണ്. ബാലൻസ് എമൗണ്ട് എത്ര? 7200. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അവസാനം ലാസ്റ്റ് ആൻഡ് ഫൈനലി ക്യാഷ് ആണ്. എന്തായിട്ടും? ക്യാഷ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ക്യാഷിന് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഇവിടെ ക്വസ്റ്റ്യൻ എത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ട്? 22,000 കൊടുത്തിട്ടുണ്ട്. സോ 22,000 പ്ലസ് ഇവിടെ പുതിയ പാർട്ണർ ആരാ? നമ്മളെ സ്വന്തം റീനു അല്ലേ? റീനു ബിസിനസ്സിലേക്ക് എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്? 20,000 രൂപ ക്യാപിറ്റലും കൊണ്ടുവന്നു, 6000 ഗുഡ് വില്ലും കൊണ്ടുവന്നു അല്ലേ? സോ ക്യാഷ് ബിസിനസ്സിൽ എത്ര കൂടി? 26,000 കൂടി കൂടിയില്ലേ? ഇത് പറഞ്ഞ കാര്യം മനസ്സിലായോ? എടാ, റീനു എന്ന് പറഞ്ഞ പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ക്യാപിറ്റലും കൊണ്ടുവന്നിട്ടുണ്ട്, പ്രീമിയവും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? സോ ബിസിനസ്സിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ക്യാപിറ്റലും കൂടും, പ്രീമിയവും കൂടും. പറഞ്ഞ കാര്യം ക്ലിയർ, എല്ലാവർക്കും ഓക്കെ ആണ്, എല്ലാവർക്കും സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ 26,000 രൂപ ക്യാഷ് കൂടിയില്ലേ ബിസിനസ്സിൽ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 26,000 നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ ഒരു ട്വിസ്റ്റും കൂടി ഉണ്ട്. ഈ ബിസിനസ്സിൽ എന്തും സംഭവിക്കുന്നുണ്ട്? ഈ 26,000-ൽ 3000 രൂപ അവർ വിഡ്രോ ചെയ്ത് പോകുന്നില്ലേ? ഇവിടെ നോക്കി ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയേ, 3000 രൂപ ക്യാഷ് ആര് വിഡ്രോ ചെയ്ത് പോകുന്നുണ്ട്? ഓൾഡ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലായോ? എടാ, അതായത് ശ്രദ്ധിക്ക്. നമ്മുടെ കയ്യിൽ ആദ്യം 22,000 രൂപ ഉണ്ട്. അതിൽ 20,000 രൂപയും 6,000 രൂപയും, അതായത് 20,000 രൂപ ക്യാപിറ്റലായിട്ടും 6,000 രൂപ ഗുഡ് വില്ലായിട്ടും ആര് കൊണ്ടുവന്ന്? നമ്മുടെ റീനു കൊണ്ടുവന്ന് അല്ലേ? അപ്പോൾ എത്ര കൂടി? 26,000 കൂടി. പറഞ്ഞ കാര്യം ക്ലിയർ. എന്നാൽ ഈ 6,000 രൂപ ഗുഡ് വില്ലിൽ പകുതി, അതായത് 3,000 രൂപ ആരെടുത്തുകൊണ്ട് പോവാണ്? അമൽ ഡേവിസും സച്ചിൻ എടുത്തുകൊണ്ട് പോകല്ലേ? സോ ക്യാപിറ്റൽ എത്ര? ക്യാഷ് എത്ര കുറയും? ഇവിടെ നമ്മൾ 3,000 രൂപ ക്യാഷ് വീണ്ടും കുറയും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ബാലൻസ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 45,000 രൂപയായിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനലി കഴിഞ്ഞിട്ടില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ഒറ്റ വട്ടം കൂടി വായിച്ചു നോക്കാം. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞ എല്ലാ ഐറ്റവും നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്തിരിക്കണോ? ന്യൂ ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്തിരിക്കണോ നോക്കാം. ഒന്ന് നോക്കിയേ. വാല്യൂ ഓഫ് മെഷീനറി അപ്രീസിയേറ്റ് ബൈ 10% റെക്കോർഡ് ചെയ്തു അല്ലേ? പിന്നെ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 റെക്കോർഡ് ചെയ്തു. ഫർണിച്ചർ ഡിപ്രീസ് 500 റെക്കോർഡ് ചെയ്തു. വാല്യൂ ഓഫ് പ്രൊവിഷൻ റെക്കോർഡ് ചെയ്തു. ദർ ഇസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കണോ? ഇല്ല. അതായത് അൺറെക്കോർഡ് അസറ്റോ അൺറെക്കോർഡ് ലയബിലിറ്റിയോ എവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? നമ്മുടെ ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ടിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണ്, അതായത് ഫേമിന് ലയബിലിറ്റി ആണ്. സോ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. ലയബിലിറ്റി സൈഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. എത്ര എമൗണ്ട്? 500. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനലി എല്ലാം റെക്കോർഡ് ചെയ്തു. ലാസ്റ്റ് ആൻഡ് ഫൈനലി ബാലൻസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ദ വാല്യൂ വിൽ ബി 99,700. 99,700 വിൽ ബി ദ വാല്യൂ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരുവിധം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുവിധം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? കുറച്ച് ലെങ്തി ആയിട്ടല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. സോ നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്.